2024 ജൂൺ മാസം 12 ഉത്തർപ്രദേശ്. ഉച്ചകഴിഞ്ഞ് അവിടെയുള്ള ഒരു ശ്മശാനത്തിൽ കുറച്ചാളുകൾ 30 വയസ്സുള്ള അസ്മ എന്ന യുവതിയുടെ ബോഡി കണ്ടെത്തി. ഒരു ഹൊറർ സിനിമയുടെ രംഗത്തിന് സമാനമായ രീതിയിലായിരുന്നു അവളുടെ ബോഡി അവിടെ കിടന്നിരുന്നത്. അവളുടെ ശരീരം എങ്ങനെ അവിടെ എത്തി? ആരാണ് അവളെ കൊന്നത്? ഏകദേശം 2.5 വർഷം മുൻപ് അസ്മ സലീം എന്നയാളെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ഇരുവരും ഒരുമിച്ച് പുതിയ ജീവിതം ആരംഭിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ കുർജ നഗറിലേക്ക് താമസം മാറി. പക്ഷേ ആദ്യം താമസിച്ചിടത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളിടത്ത് അവർ പുതിയൊരു ഫ്ലാറ്റ് താമസിക്കാനായി കണ്ടെത്തി. എന്നാൽ ഈ ഫ്ലാറ്റിൽ ഇവർ മാത്രമല്ല താമസിച്ചിരുന്നത്, കുറേയേറെ വാടകക്കാർ അവിടെ താമസിച്ചിരുന്നു. വരുമാനം കുറഞ്ഞവരും കൂടിയവരും എല്ലാവരും കൂടെ ഷെയർ ഇട്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിരുന്നു അത്. ഇതിലൂടെ തന്നെ ഊഹിക്കാം, സലീമിന് അധികം പണമൊന്നും ഇല്ലായിരുന്നു. അവൻ ഒരു ഹോട്ടലിൽ കൂലിപ്പണി ചെയ്യുകയായിരുന്നു. കൂടാതെ അധ്വാനിക്കുന്ന പണം മുഴുവനും തൻ്റെ കുടുംബത്തിനായി ചിലവാക്കി. കുടുംബത്തെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് വാടകക്കാർ താമസിച്ചിരുന്ന സലീമും അസ്മയും താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് കുടുംബത്തോടൊപ്പം അദിനാൻ എന്ന വ്യക്തിയും താമസിക്കാൻ വരുന്നു. ഈ അദിനാനും വിവാഹം കഴിഞ്ഞു. ഭാര്യയോടൊപ്പമാണ് അയാൾ അവിടെ താമസിക്കാൻ വന്നത്. അതായത് ഈ 2 ഫാമിലിയും 2 മുറികളിലായി ഒരു സ്ഥലത്ത് താമസിച്ചു. അതുകൊണ്ട് തന്നെ അദിനാനും സലീമും സാമ്പത്തികമായി ഒരേ അവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ അദിനാൻ ഭാര്യയെയും വീടിനെയും പോറ്റാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. അതിജീവിക്കാൻ വേണ്ടി മാത്രം അയാൾ എന്തൊക്കെയോ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അസ്മയും സലീമും വളരെ സാധാരണക്കാർ, കഷ്ടപ്പെട്ട് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അദിനാനെ കണ്ടാൽ തന്നെ വളരെ നിഗൂഢത നിറഞ്ഞ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അല്ലാതൊരു ഭയം തോന്നിക്കുന്ന രൂപം. യഥാർത്ഥത്തിൽ ബോളിവുഡ് സിനിമ കാണാൻ അദിനാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സിനിമ കാണുമ്പോഴെല്ലാം ആ സിനിമയുടെ ഒരു പ്രധാന കഥാപാത്രമായി തന്നെ സങ്കല്പിക്കുന്നത് ഒരു പതിവായിരുന്നു. സിനിമയിലൂടെ അയാളെ തന്നെ കാണാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഒരു കാര്യം ചിന്തിക്കും, സിനിമയോടൊരു ഭ്രാന്ത് തോന്നുക അതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കാം. ഞങ്ങൾ പോലും അങ്ങനെയാണല്ലോ എന്നൊരു പക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒന്ന് ഓർക്കുക, അദിനാന്റെ ഈ ഒരു സ്വഭാവം ഈ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയായി മാറും. ഞാൻ പറഞ്ഞതുപോലെ അദിനാൻ സിനിമകളും ബോളിവുഡ് സിനിമകളും കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ പോലെയോ ഇഷ്ടപ്പെട്ട സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കഥാപാത്രം പോലെ സ്വയമേ അഭിനയിച്ചു കൊണ്ടിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ അയാൾക്ക് സിനിമകളോടും സിനിമയിലുള്ള ആ കഥാപാത്രങ്ങളോടും മാത്രമായിരുന്നു ഭ്രമം. ഭാര്യയോട് അത്ര വലിയ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ നേരെ മറിച്ച് സലീം എന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അയാൾ രാവിലെയും രാത്രിയും അങ്ങനെ സമയമൊന്നുമില്ലാതെ എപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരുന്നു. ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കുടുംബത്തെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്തൊരു കണക്ഷനായിരുന്നു കുടുംബത്തോടും ഭാര്യയോടും ഉണ്ടായിരുന്നത്. എന്നാൽ അദിനാന് ഭാര്യയുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സലീം ജോലിക്ക് പോകുമ്പോൾ അസ്മ വീട്ടിൽ തനിച്ചാണ്. ഈ അവസരത്തിലാണ് അദിനാൻ അസ്മയെ നോട്ടമിടുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അദിനാന് അസ്മയെ ഇഷ്ടപ്പെട്ടു. വിവാഹിതയായിട്ട് കൂടിയും അസ്മയോട് അടുക്കാൻ അദിനാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അസ്മയും അതുപോലെ തന്നെ അദിനാനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. സലീം അവൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ആലോചിക്കാതെ അവൾ അദിനാനുമായി അടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരുടെ ആ ഒരു ബന്ധം കൂടുതൽ ആഴത്തിലായി. സലീം ആണെങ്കിൽ രാവിലെ മുഴുവനും ഹോട്ടലിലായിരിക്കും ജോലി ചെയ്യുക. അതിനാൽ അസ്മയും അദിനാനും തമ്മിൽ കാണുന്നതും അവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ് എന്നൊന്നും സലീമിന് അറിയില്ലായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു കൂടിക്കാഴ്ച ഒരു വിവാഹേതര ബന്ധമായി തന്നെ മാറി. അസ്മയും അദിനാനും സ്വന്തം പങ്കാളികളെ വഞ്ചിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അസ്മയും അദിനാനും തമ്മിൽ എന്തോ ഒരു ചെറിയ ബന്ധമുണ്ടെന്ന കാര്യം സലീമിന് മനസ്സിലാകാൻ തുടങ്ങി. അതിനാൽ ഇനി മുതൽ ഈ ഒരു വീട്ടിൽ താമസിക്കണ്ട എന്ന് സലീം തീരുമാനിച്ചു. ഇത് അസ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. വല്ലാതെ വെറുപ്പിനും ദേഷ്യത്തിനും കാരണമായി. അവൾ ഒരുപാട് തവണ പറഞ്ഞു നോക്കി ഇവിടെ നിന്നും മാറണ്ട എന്ന്. പക്ഷെ സലീം അതിനെ എതിർപ്പ് കാണിച്ചു. അങ്ങനെ ഉടൻ തന്നെ നഗരത്തിലെ മറ്റൊരു സ്ഥലത്തേക്ക് സലീമും അസ്മയും താമസം മാറി. അങ്ങനെ അദിനാനെയും ഈ അസ്മയെയും പരസ്പരം വേർപെടുത്താൻ സലീം തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെയും ശ്രമിച്ചു. അങ്ങനെ അകന്ന് ജീവിക്കുകയാണെങ്കിൽ പരസ്പരം മറക്കുമെന്നായിരുന്നു സലീം കരുതിയത്. പക്ഷേ താൻ എത്രമാത്രം തെറ്റ് ചെയ്തു കഴിഞ്ഞുവെന്ന് സലീമിന് അറിയില്ലായിരുന്നു. സത്യത്തിൽ അസ്മയുമായുള്ള വേർപാട് അവൻ്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം മാത്രമായിരുന്നു.
അദ്നാനിൽ നിന്ന് വേർപിരിഞ്ഞിട്ടും അസ്മയും അദ്നാനും പരസ്പരം കണ്ടുമുട്ടുന്ന നിർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം അദ്നാൻ അസ്മയെ കാണാനായി ഒരു ശ്മശാനത്തിലേക്ക് വിളിച്ചു വരുത്തി. ശ്മശാനത്തിൽ സാധാരണ ആളുകളൊന്നും ഉണ്ടാകില്ലല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ആരും തന്നെ വരാറുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടുമുട്ടാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത്. അസ്മയോട് അദ്നാൻ വളരെ ഭ്രാന്തമായ പ്രണയം കാണിച്ചു. അസ്മയുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കാനായി അവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു. അസ്മയ്ക്കും അദ്നാന്റെ സ്നേഹവും അവന്റെ കരുതലും ശ്രദ്ധയുമൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സലീമിന് തന്റെ കുടുംബത്തെ പോറ്റുന്ന വെപ്രാളത്തിൽ ഭാര്യയെ ശ്രദ്ധിക്കാനോ ഭാര്യയ്ക്ക് ആവശ്യമായ സ്നേഹവും പരിചരണവും നൽകാൻ സാധിച്ചില്ല. എന്നാൽ അതേസമയം മറുവശത്ത് അദ്നാനിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കുന്നത് അസ്മ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ദുരിതം അനുഭവിച്ചത് അദ്നാന്റെയും അസ്മയുടെയും പങ്കാളികളായിരുന്നു. അദ്നാന്റെ ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അസ്മയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. ഭാര്യയെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിച്ചില്ല. അസ്മയ്ക്കും അത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അവളിപ്പോ അധികം സലീമിനെ കുറിച്ചും ചിന്തിക്കാറില്ല. ഇപ്പൊ പതിയെ ഇവർ തമ്മിൽ ഇപ്പോഴും ഈ ഒരു ബന്ധമുണ്ടെന്ന കാര്യം സലീം അറിയുന്നു. ഈ സമയത്ത് സലീം കഴിയുന്നത്ര ഈ ബന്ധം അസ്മയെ കൊണ്ട് ഉപേക്ഷിപ്പിക്കാൻ നോക്കി. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അപ്പൊ തന്നെ കൈവിട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല എന്നും സലീമിന് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്നാൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സലീം ജോലി നോക്കുന്നതോടൊപ്പം ഭാര്യ ഒരല്പം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഭാര്യ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങി. ഭർത്താവിൽ നിന്നും സ്നേഹം ലഭിച്ചതോടുകൂടി അസ്മ അദ്നാനിൽ നിന്നും പതിയെ ഒന്ന് വലിയാൻ തുടങ്ങി. അങ്ങനെ താമസിയാതെ ഇരുവരും തമ്മിലുള്ള ആ പ്രണയം തകരാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്നാന്റെ യഥാർത്ഥ സ്വഭാവം അസ്മ അറിയാൻ പോകുന്നത്. അദ്നാൻ അസ്മയെ എപ്പോഴും വിളിച്ചിരുന്നു. എന്നാൽ കുറച്ചു ദിവസമായി അസ്മയെ പകലും വൈകുന്നേരവും ഫോണിൽ വിളിച്ചാൽ അവൾ ബിസിയായിരുന്നു. മറ്റാരുടെ കൂടെ അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫോൺ ഒന്നുകിൽ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ അവന്റെ കോളിന് അവൾ മറുപടി നൽകില്ല. ദേഷ്യം വന്ന അദ്നാൻ അസ്മയോട് ഞാൻ ഫോൺ വാങ്ങി തന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചാൽ എന്തുകൊണ്ട് നീ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. ഇപ്പൊ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. അവൾ തനിക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ ചതിച്ചു. ഒരു പക്ഷേ മറ്റാർക്കെങ്കിലും വേണ്ടി അവൾ വീണ്ടും തന്നെ ചതിക്കാതിരിക്കില്ലേ? അതും തന്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും അവൾ വിളിക്കുന്നുണ്ടാകുമല്ലോ എന്നാണ് അദ്നാൻ ഇപ്പോൾ ചിന്തിച്ചത്. അങ്ങനെ അവർ വഴക്കുണ്ടാക്കുമ്പോഴെല്ലാം ഈ വിഷയമായിരുന്നു അവരുടെ വഴക്കിന്റെ പ്രധാന കാരണമായി മാറിയത്. ഈ വഴക്കുകളും അസ്മയുടെ സംസാരവും കാരണം അദ്നാൻ 24 മണിക്കൂറും ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അസ്മയ്ക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ജൂൺ 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ അതേ ശ്മശാനത്തിൽ കാണാനായി അസ്മയെ വിളിച്ചു വരുത്തി. കാരണം അവർ എപ്പോഴും അവിടെ വെച്ചായിരുന്നു കണ്ടുമുട്ടാറ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും കൂടാതെ അസ്മ അദ്നാനെ കാണാനായി അന്ന് അവിടെ പോയി. പക്ഷെ അദ്നാന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അദ്നാൻ അസ്മയെ കണ്ടുമുട്ടിയ ഉടനെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. അതിൽ അദ്നാനെയും സലീമിനെയും കൂടാതെ മറ്റു പല പുരുഷന്മാരുമായി അസ്മ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്നാൻ കണ്ടെത്തി. ഇത് കണ്ട് അദ്നാൻ ഒരുപാട് ദേഷ്യം വന്നു. അസ്മയ്ക്ക് വേണ്ടി താൻ വെറുതെ സമയം കളയുകയാണെന്ന് അദ്നാൻ മനസ്സിലായി. അസ്മയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതിന് മുൻപ്, എന്തെങ്കിലും വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ അദ്നാൻ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി പുറത്തെടുത്തു. അസ്മ പുറകിലേക്ക് നീങ്ങിയ ഉടനെ കത്തി കൊണ്ട് അവളുടെ കഴുത്തറുത്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അസ്മയുടെ ജീവിതം ആ ശ്മശാനത്തിൽ തന്നെ അവസാനിച്ചു, കാമുകനായ അദ്നാനിലൂടെ. യഥാർത്ഥത്തിൽ അസ്മയെ കൊല്ലാനായിരുന്നു അന്ന് അവൻ അവിടെ വന്നത് തന്നെ. ശ്മശാനമായതുകൊണ്ട് അദ്നാൻ ഇത് ചെയ്യുന്നത് ആരും കണ്ടില്ല. അങ്ങനെ അവൻ ഒന്നും മിണ്ടാതെ, ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്നും പോയി. തന്നെ ആർക്കും കണ്ടുപിടിക്കാനേ കഴിയില്ല എന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷെ ഇതൊരു സിനിമയൊന്നുമല്ല, യഥാർത്ഥ ജീവിതമാണെന്ന് അദ്നാൻ അറിയാൻ മറന്നു. അധികം വൈകാതെ തന്നെ അദ്നാൻ തന്റെ ചെയ്തികളുടെ അനന്തരഫലങ്ങൾ നേരിടാൻ തുടങ്ങി. ദിവസം മുഴുവനും അസ്മയുടെ മൃതദേഹം അതേ ശ്മശാനത്തിൽ കിടന്നു. പക്ഷെ ഭാഗ്യവശാൽ ഒരു ദിവസം പകൽ സമയത്ത് ചിലർ ആ ശ്മശാനത്തിലേക്ക് പോയി. അവർ അസ്മയുടെ ബോഡി കണ്ടു, പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ഈ ശ്മശാനത്തിൽ നിന്നും അല്പം മാറിയാണ് അസ്മ താമസിച്ചിരുന്നത്. അതോടെ അവിടെ ഉണ്ടായിരുന്നവർക്ക് അസ്മയുടെ ബോഡി തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അസ്മയുടെ കഴുത്തിന് വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു ദിവസത്തോളം ബോഡി അവിടെ തന്നെ കിടന്നതുകൊണ്ട് അവളുടെ ശരീരം വലിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതക കേസാണ് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയത്. അവർ അസ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അവരുടെ അന്വേഷണവും ആരംഭിച്ചു. ഇതിനിടെ അസ്മയുടെ ഭർത്താവ് സലീം വൈകിട്ട് വീട്ടിലേക്ക് വന്നു. എന്നാൽ അസ്മയെ വീട്ടിൽ കാണാതായപ്പോൾ അയാൾ ഒരുപാട് വിഷമിച്ചു. തനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞു നോക്കി. അവസാനം മറ്റു മാർഗമൊന്നും ഇല്ലാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഭാര്യയെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. രാവിലെ മുതൽ അസ്മ വീട്ടിൽ വന്നിട്ടേ ഇല്ല എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പോലീസ് ഈ ശ്മശാനത്തിൽ കണ്ടെത്തിയ ബോഡി മറ്റാരുടേതുമല്ല, അസ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ സലീമിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്നാനുമായിട്ടുള്ള അസ്മയുടെ ബന്ധം സലീം പോലീസിനോട് പറഞ്ഞു.
ഇതോടെ വളരെ വ്യക്തമായ സംശയത്തിന്റെ പുറത്ത് അന്ന് തന്നെ അദ്നാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അദ്നാന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്നാനെയും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും കണ്ടെത്തി. പിടിയിലായ അദ്നാൻ കുറ്റം നിഷേധിക്കുകയോ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അവൻ എല്ലാ കുറ്റങ്ങളും അംഗീകരിച്ചു. ഈ സാഹചര്യത്തിലും അവൻ ചിരിക്കുകയായിരുന്നു. സിനിമയിലേതുപോലെ മുടി ചീകിക്കൊണ്ട് ആളുകൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടേയിരുന്നു. ഏതോ ഒരു സിനിമയിലൊക്കെ വരുന്ന ഹീറോയെ പോലെ. യാതൊരു കുറ്റബോധവും അവനുണ്ടായിരുന്നില്ല. അപ്പോഴും അവന് ഇതെല്ലാം ഒരു സിനിമാ രംഗം പോലെയായിരുന്നു. അതായത് ഏതോ ഒരു സിനിമയിൽ നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നാൽ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടിൽ അവൻ പരിധി കടന്നു. അതിൽ തന്നെ അവന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ആ അഭിമുഖത്തിൽ അവൻ എല്ലാ കുറ്റങ്ങളും സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. എന്തിനാണ് അസ്മയെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്റെ കാമുകി തന്നെ ചതിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. തന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും തന്നെ ചതിച്ചാൽ അവരെയും കൊല്ലുമെന്ന് അവൻ പറഞ്ഞു. താൻ സിനിമാ നടൻ സഞ്ജയ് ദത്തിന്റെ കടുത്ത ആരാധകനാണെന്നും അവൻ പറഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്താലും അത് കൽനായക് എന്ന ചിത്രത്തിലെ ബല്ലു ബൽറാം എന്ന കഥാപാത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചെയ്തതെന്നും അവൻ പറയുമായിരുന്നു. അദ്നാൻ പറയുന്നത് ഏകദേശം 2.5 വർഷത്തോളം അവൻ സമയം കളഞ്ഞു, പൈസ ഒരുപാട് കളഞ്ഞു എന്നാണ്. മാത്രമല്ല അവൻ അവസാനം പോലീസിനെയും ഭീഷണിപ്പെടുത്തി. ആരെങ്കിലും തന്റെ കുടുംബത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും വീടുകൾ ബോംബിട്ട് തകർക്കുമെന്ന് അവൻ പറഞ്ഞു. അദ്നാനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് കാരണം എല്ലാ തെളിവുകളും അവനെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വളരെ വേഗം ശിക്ഷിക്കപ്പെടുമെന്നും വിശ്വസിക്കാം. ഒരു സിനിമയിൽ ഭ്രാന്ത് പിടിക്കുക, അല്ലെങ്കിൽ ആ സിനിമയിൽ വരുന്ന കഥാപാത്രം താനാണെന്ന് സങ്കല്പിക്കുക, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അവസാനം യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സിനിമയല്ല ജീവിതം എന്നുള്ളത്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു കൊലപാതകം ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ എല്ലാവരെയും അടിച്ചു തകർത്തിട്ട് ഒരു ഹീറോയിസം കാണിക്കാനും ഇത് ജീവിതമാണ്. ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുകയില്ല. ഒരു തെറ്റ് ചെയ്താൽ ഇന്നത്തെ ടെക്നോളജി വെച്ച്, ഇന്നത്തെ സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ച് തീർച്ചയായും ഒരു കൊലപാതകി പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അവൻ എന്തായാലും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സിനിമയാണ് ജീവിതമെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.